ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് കിച്ചണിൽ കയറിയപ്പോഴാണ് 2-3 പഴം മാത്രമായിട്ട് ബാക്കി കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ആദ്യം വിചാരിച്ച് ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യ, നമുക്ക് പിട്ടും പഴവും ആക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെയാണ് ഓർമ്മ വന്നത്, ഇവിടെ പിട്ടും പഴമാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ചിലവാവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ യൂട്യൂബിൽ റെസിപ്പി തപ്പിയിരിക്കുമ്പോഴാണ് ബനാന കേക്കിൻ്റെ റെസിപ്പി കണ്ടത്. അപ്പോൾ വിചാരിച്ചെന്താ ബനാന കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ബനാന കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ വെറുതെ കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മക്ക് കേക്കിലങ്ങ് തുടങ്ങി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു പഴം മുറിച്ചിട്ടതിന് ശേഷം അത് നന്നായി ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ അപ്പാടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അതേമാതിരി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും 4 ടേബിൾ സ്പൂൺ മിൽക്കും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഓവനിൽ ഒരു 1.5 മിനിറ്റ് 180 ഡിഗ്രിയിൽ മൈക്രോവേവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബനാന മക്ക് കേക്ക് റെഡി. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടത്. അതേമാതിരി നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ ഈ ബനാനയൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോയി ഈ ബനാന കേക്ക് കഴിച്ചിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ബൈ.